അങ്ങനെ ഗ്യാസ് തീർന്നല്ലോ എന്താ ചെയ്യാ വെച്ചിട്ട് ഗ്യാസും കുറ്റിയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയ ചേട്ടനെ അവിടെ രഞ്ജനയിച്ച് ഒരെണ്ണം കൂടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ രണ്ടാളും ഗ്യാസ് പെട്ടെന്ന് തീരും, ഒരേ സമയത്ത് തന്നെയാടാ തീരുക. അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യം വരുന്നത് നമുക്കറിയാം. ഇപ്രാവശ്യം എൻ്റെ ഗ്യാസും കുറ്റി കുറച്ച് നാൾ കൂടുതൽ നിന്നു കേട്ടോ, വിചാരിക്കണേക്കാളും കൂടുതൽ ദിവസം നിന്നു. ഞാൻ ഇടയിലൊന്ന് വീട്ടിലേക്ക് പോയി നിന്നോണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഉപയോഗം ഇല്ല. ഗ്യാസും കുറ്റിയൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചു കേട്ടോ ചേട്ടൻ. പിന്നെ എനിക്ക് ഫിറ്റ് ചെയ്യേണ്ട പണിയാണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ടെൻഷനാണ് കേട്ടോ, ഇത് ലീക്കാവോ കാരണം ഒരു പ്രാവശ്യം അങ്ങനെ ഫിറ്റ് ചെയ്തപ്പോൾ ഷൂ പറഞ്ഞൊരു സൗണ്ടും വന്ന ആളെ വിളിച്ചിട്ടാണ് ശരിയാക്കിയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കത്തുള്ളൂ അല്ലെ കത്തില്ല എന്ന്. അപ്പോൾ അതിനെ കത്തിച്ച് നോക്കിയപ്പോൾ സെറ്റായി. അങ്ങനെ ചെറിയ സഹായമൊക്കെ ചെയ്ത് നീരവിൻ്റെ പണിക്ക് പോയിട്ടോ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനും നിന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാക്കാന്നാ വിചാരിച്ചത്. അങ്ങനെ ആ പണിയൊന്നും ഒതുങ്ങുമ്പോഴേക്കും ഞാൻ കായും പയറും കൂടെ വേവിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കാച്ചി വെക്കാൻ വെച്ചു. അതിന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോട് കളഞ്ഞ് ചതച്ച് വെക്കാം കേട്ടോ. പിന്നെ വേവിച്ച സാധനം ഒന്ന് അരിപ്പയിലിട്ട് ഒന്ന് വെള്ളമൊക്കെ കളയാം. അടുപ്പത്ത് പാനും കൂടെ വെച്ചു. ഉപ്പുമാവ് റെഡി ആകുമ്പോഴേക്കും ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടയിലേക്കൊന്നും പോവാണ്ട് അതിന് മുന്നേ ഇതൊക്കെ തീർക്കണമല്ലോ. വേഗം വെളിച്ചെണ്ണ ചൂടായിപ്പോൾ അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ മൂപ്പിച്ചെടുക്കാട്ടോ ചെയ്യുക. ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിൽ അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ വേവിച്ച സാധനങ്ങൾ അതിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും. അങ്ങനെ ആവിയിൽ ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്. അല്ല മൂക്കാൻ വെച്ചത്. വേപ്പിലധികം ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ കേടായി പോയിക്കണു. അപ്പോൾ ഉള്ളതിട്ടപ്പോൾ വലിയ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് നേരം അടച്ചു വെച്ചു. പിന്നെ ഉപ്പുമാവ് റെഡി ആയിട്ട് അപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ വേഗം നീരവിനൊന്ന് കുളിപ്പിച്ചെടുത്തിട്ട് ഉപ്പുമാവ് കഴിക്കാൻ റെഡി ആയി. അതൊക്കെ കഴിഞ്ഞ് വേഗം മീൻ മേടിക്കാനായിരുന്നു കേട്ടോ പ്ലാന്. അപ്പോൾ കുറച്ച് വറുത്ത് വെക്കാമല്ലോ, സാമ്പാറും പയറുപ്പേരിയും ഉണ്ട്. അപ്പോൾ മീനൊക്കെ മേടിച്ച് കടയിലേക്ക് കയറിയപ്പോൾ അവനൊരു കുപ്പി ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് കുടിച്ചു. അപ്പോഴേക്കും ഞാൻ മീനൊക്കെ റെഡിയാക്കി വറക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ആ ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയൊക്കെ കുട്ടിക്ക് ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് മുറിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഒരു 7 മണിക്ക് അവിടെ ഇപ്പോൾ അവരങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.